ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് വിൻഡോസ് 11 കുറച്ച് കിഡിലൻ കീബോർഡ് ഷോർട്ട് കട്ടുകളാണ്. സോ ഗായ്സ്, അപ്പം നമുക്കിനി നമ്മുടെ ലിസ്റ്റിലെ ആദ്യത്തെ കീബോർഡ് ഷോർട്ട് കട്ട് ഏതാണെന്ന് നോക്കാം. സോ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ ടാസ്ക് ബാറിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയും കുറച്ച് ആപ്ലിക്കേഷൻ ഇവിടെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു ആപ്ലിക്കേഷൻ എല്ലാം തന്നെ നമുക്ക് വളരെ സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് തന്നെ കീബോർഡ് ഷോർട്ട് കട്ട് ഉപയോഗിച്ചുകൊണ്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇത്തരത്തിൽ ടാസ്ക് ബാറിൽ പിൻ ചെയ്ത് വെച്ചിരിക്കുന്ന 10 ആപ്ലിക്കേഷനാണ് നമുക്ക് ഈ കീബോർഡ് ഷോർട്ട് കട്ട് ഉപയോഗിച്ചുകൊണ്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടി സാധിക്കുക. ഇത്തരത്തിൽ ടാസ്ക് ബാറിൽ പിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ആപ്ലിക്കേഷൻ നമ്മൾ ഓപ്പൺ ചെയ്യുന്നത് വിൻഡോസ് കീയുടെ കൂടെ ഒരു നമ്പർ പ്രസ് ചെയ്തുകൊണ്ടാണ്. സോ ആ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ടാസ്ക് ബാറിൽ ഈ ആപ്ലിക്കേഷൻ എത്രാമതാണ് നമ്മൾ പിൻ ചെയ്ത് വെച്ചിരിക്കുന്നത് ആ സംഖ്യ നമ്മൾ വിൻഡോസ് കീയുടെ കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കും. അതായത് ഞാനിവിടെ ആദ്യം പിൻ ചെയ്തിരിക്കുന്നത് ഫയൽ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനാണ്. സോ എനിക്കത് ഓപ്പൺ ചെയ്യണമെങ്കിൽ വിൻഡോസ് കീ +1 പ്രസ് ചെയ്താൽ മതി. സോ അതുപോലെ തന്നെ ഞാനിവിടെ രണ്ടാമത് പിൻ ചെയ്ത് വെച്ചിരിക്കുന്നത് പെയിൻറ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനാണ്. ഞാനപ്പം വിൻഡോസ് കീ +2 പ്രസ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ആ ഒരു പെയിൻറ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാൻ വേണ്ടി കഴിയും. ഇതുപോലെ നമുക്ക് 10 ആപ്ലിക്കേഷനോളം ടാസ്ക് ബാറിൽ നിന്ന് ഈ ഷോർട്ട് കട്ട് ഉപയോഗിച്ചുകൊണ്ട് ഓപ്പൺ ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കും. സോ നമുക്കിനി നമ്മുടെ ലിസ്റ്റിലെ അടുത്ത കീബോർഡ് ഷോർട്ട് കട്ട് ഏതാണെന്ന് നോക്കാം. മൾട്ടിപ്പിൾ ആപ്ലിക്കേഷനുകൾ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ഒരു ആപ്ലിക്കേഷനിൽ നിന്ന് മറ്റൊരു ആപ്ലിക്കേഷനിലേക്ക് സ്വിച്ച് ചെയ്യുന്നത് മൗസ് ഉപയോഗിച്ചുകൊണ്ടാണ്. സോ അത്തരത്തിൽ മൗസ് ഉപയോഗിക്കാതെ തന്നെ നമുക്ക് കീബോർഡ് ഷോർട്ട് കട്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് മറ്റൊരു ആപ്ലിക്കേഷനിലേക്ക് സ്വിച്ച് ചെയ്യാൻ വേണ്ടി സാധിക്കും. സോ അത്തരത്തിൽ ആപ്ലിക്കേഷനെ തമ്മിൽ സ്വിച്ച് ചെയ്യുന്നതിന് വേണ്ടി Alt+Tab പ്രസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വേണ്ട ആപ്ലിക്കേഷൻ നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. അടുത്തതായി നമ്മൾ നോക്കുന്നത് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള കീബോർഡ് ഷോർട്ട് കട്ടാണ്. നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യുന്നതിന് വേണ്ടി Alt+F4 പ്രസ് ചെയ്താൽ മതി, നമുക്ക് ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് സ്ക്രീൻഷോട്ട് എടുക്കുന്നതിന് വേണ്ടിയുള്ള കീബോർഡ് ഷോർട്ട് കട്ടാണ്. സോ വിൻഡോസ് 11 നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കുന്നതിന് വേണ്ടി ഒരുപാട് കീബോർഡ് ഷോർട്ട് കട്ടുകൾ അവൈലബിൾ ആണ്. സോ അതിൽ 3 നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. സ്ക്രീൻഷോട്ട് ക്യാപ്ചർ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ആദ്യത്തെ കീബോർഡ് ഷോർട്ട് കട്ട് ഏതാണെന്ന് നോക്കാം. കീബോർഡിലെ പ്രിൻറ്റ് സ്ക്രീൻ എന്ന കീ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സ്ക്രീൻഷോട്ട് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇത്തരത്തിൽ ക്യാപ്ചർ ചെയ്യുന്ന സ്ക്രീൻഷോട്ടുകൾ ക്ലിപ്പ് ബോർഡിലായിരിക്കും സ്റ്റോർ ചെയ്ത് വെക്കുക. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ക്ലിപ്പ് ബോർഡിൽ നിന്ന് അത് കോപ്പി ചെയ്ത് യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. സ്ക്രീൻഷോട്ട് എടുക്കുന്നതിന് വേണ്ടിയുള്ള രണ്ടാമത്തെ കീബോർഡ് ഷോർട്ട് കട്ട് വിൻഡോസ് ലോഗോ കീ പ്രിൻറ്റ് സ്ക്രീനാണ്. സോ ഇത്തരത്തിൽ നമ്മൾ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ നമ്മൾ എടുക്കുന്ന സ്ക്രീൻഷോട്ട് PNG ഫോർമാറ്റിൽ പിക്ചേഴ്സിനുള്ളിൽ സ്ക്രീൻഷോട്ട് എന്ന ഫോൾഡറിനുള്ളിൽ സേവ് ആവും. സ്ക്രീൻഷോട്ട് എടുക്കുന്നതിന് വേണ്ടിയുള്ള മൂന്നാമത്തെ കീബോർഡ് ഷോർട്ട് കട്ടാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. വിൻഡോസ് ലോഗോ കീ Shift+S പ്രസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സ്നിപ്പിംഗ് ടൂൾ ഓപ്പൺ ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കും. ഈ ഒരു സ്നിപ്പിംഗ് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സ്ക്രീനിൻ്റെ വേണ്ട ഭാഗം മാത്രം സെലക്ട് ചെയ്ത് നമുക്കൊരു സ്ക്രീൻഷോട്ട് ക്യാപ്ചർ എടുക്കാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ ഇവിടെ ഫയൽ എക്സ്പ്ലോറർ ഓപ്പൺ ആണ്. സോ അത് മിനിമൈസ് ചെയ്യാനുള്ള കീബോർഡ് ഷോർട്ട് കട്ടാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. സോ മിനിമൈസ് ചെയ്യുന്നതിന് വേണ്ടി വിൻഡോസ് ലോഗോ കീ +M പ്രസ് ചെയ്താൽ മതി. സോ ഇപ്പോൾ ഇത് ഇവിടെ മിനിമൈസ് ആയിട്ടുണ്ട്. സോ മിനിമൈസ് ആയ ഒരു വിൻഡോ റീസ്റ്റോർ ചെയ്തെടുക്കണമെങ്കിൽ നമ്മൾ വിൻഡോസ് ലോഗോ കീ Shift+M പ്രസ് ചെയ്താൽ മതി, നമുക്കത് റീസ്റ്റോർ ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കും. വിൻഡോസ് ലോഗോ കീ +D പ്രസ് ചെയ്ത് നമുക്ക് വിൻഡോസ് മിനിമൈസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. വിൻഡോസ് ലോഗോ കീ പീരിയഡ് സിമ്പിൾ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് വിൻഡോസിൽ ഇമോജി പാനൽ ഓപ്പൺ ചെയ്യാൻ വേണ്ടി സാധിക്കും. സോ ഒരു ഇമോജി പാനൽ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ടെക്സ്റ്റിനുള്ളിലൊക്കെ ഇമോജികളൊക്കെ നമുക്ക് കുറച്ചുകൂടി അട്രാക്റ്റീവ് ആയിട്ട് മാറ്റാൻ വേണ്ടി സാധിക്കും. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടിയുള്ള കീബോർഡ് ഷോർട്ട് കട്ടാണ്. സോ വിൻഡോസ് 11 സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടി വിൻഡോസ് ലോഗോ കീ +I പ്രസ് ചെയ്താൽ മതി, നമുക്ക് ആ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ വിൻഡോസ് ലോഗോ കീ +E പ്രസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫയൽ എക്സ്പ്ലോറർ ഓപ്പൺ ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കും. ഈ 2 കീബോർഡ് ഷോർട്ട് കട്ടുകൾ നമുക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. സോ അതുകൊണ്ട് മറക്കാതെ തന്നെ ഓർത്തിരിക്കുക. സോ ഫ്രണ്ട്സ്, ഇതുകൊണ്ടൊന്നും വിൻഡോസിലെ കീബോർഡ് ഷോർട്ട് കട്ടുകൾ അവസാനിക്കുന്നില്ല. ഇനിയും ഒരുപാട് കീബോർഡ് ഷോർട്ട് കട്ടുകൾ വിൻഡോസിലുണ്ട്. സോ അതിൽ ചിലതൊക്കെ ഞാൻ ഈ ചാനലിൽ ഷോർട്സ് വീഡിയോസായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. സോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിലും കൂടുതൽ കീബോർഡ് ഷോർട്ട് കട്ടുകൾ അറിയണമെന്നുണ്ടെങ്കിൽ വിൻഡോസിൽ ടിപ്സ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. സോ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ളിൽ നിന്നും നിങ്ങൾക്ക് വിൻഡോസിലെ കീബോർഡ് ഷോർട്ട് കട്ടുകൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്കിനി വീണ്ടും പുതിയൊരു വീഡിയോ കാണാം.